എന്റെ ദൈവമേ, ഇവൻ കോടാനുകോടികളുടെ ഉടമയായിരുന്നു. അതൊക്കെ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ഇഷ്ടമല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല. അമ്മ, ഡിമാൻഡുകളില്ലെന്ന് പറയല്ലേ. സ്വത്ത് മുഴുവൻ കിട്ടണം. മിണ്ടാതിരിക്കടി. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞങ്ങളിപ്പോ പ്രത്യേകിച്ച് എന്ത് പറയാനാ? അല്ല, അടുത്തൊരു ചടങ്ങുണ്ട്. ചെറുക്കനും പെണ്ണും ആദ്യമായിട്ട് കണ്ടതല്ലേ, അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ. ആ പിന്നെ അതത്യാവശ്യ. ഒത്തിരി ഗസ്റ്റുകൾ ഉള്ളതുപോലെ തോന്നുന്നു. എങ്കിൽ പിന്നെ വരാം. ഇന്നത്തെ കാലത്ത് ഇത്തരം ചടങ്ങുകളൊന്നും പതിവുള്ളതല്ല. വധൂവരന്മാർ തന്നെ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം ഉറപ്പിക്കുക പതിവ്. മോളെന്ത് പറയുന്നു? എനിക്ക് സംസാരിക്കണം. അമ്പടാ, ഇവളാള് കൊള്ളാലോ. ഇത് തകർക്കും. മോനെ ചെല്ല്. ചെല്ലടാ. ഞാൻ രാജുവിന്റെ മനസ്സിലുണ്ടോന്നെന്ന് അറിയണമല്ലോ. രാജുവിനെ മറക്കുവോ? കൊള്ളാം, റൂമൊക്കെ കൊള്ളാം. നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. രാജു പണ്ടേ ഇങ്ങനെയാണോ? എങ്ങനെ? അധികം സംസാരമില്ല, മറ്റെന്തോ ചിന്തയില് മുഴുകിയിരിക്കുന്നൊരു ശൈലി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നൊരു മുഖഭാവമുണ്ട്. എന്റെ ഭാവം കൂടുതലും എനിക്കല്ലല്ലോ മനസ്സിലാവുന്ന, മറ്റുള്ളവർക്കല്ലേ. രാജുവിനോട് ചോദിക്ക്, എന്താ എന്നിൽ നിന്ന് രാജുവിന് അറിയാനുള്ളത്? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും അറിയാനില്ല. വളരെ ചീപ്പാ മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത്. പക്ഷെ എനിക്ക് കേട്ടേ പറ്റൂ. അതിനെന്താ വേണ്ടത്? ജ്യൂസ് കൊണ്ട് സെർവന്റിനെ പോലെ ചെല്ലാം. പക്ഷെ രാജുവിന്റെ മനസ്സിൽ എന്നോട് പറയാൻ പലതും ഉണ്ട്. അത് പറയാൻ രാജു വിഷമിക്കുന്നുമുണ്ട്. എന്താണെന്ന് ഞാൻ പറയട്ടെ? പറയേ. ഒന്ന്, വിവാഹം കഴിച്ചത്. ആ പ്രണയ വിവാഹം പരാജയപ്പെട്ടത്. ആ പെൺകുട്ടി ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും രാജുവിനെ ഉപേക്ഷിച്ചത്. അല്ല ഋതിക, നിക്ക്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എല്ലാ പരാജയങ്ങളും ഏറ്റുവാങ്ങി മറ്റൊരു രാജ്യത്തേക്ക് രാജു പോയതും ബിസിനസ് ചെയ്ത് വലിയ കോടീശ്വരനായി തിരിച്ചു വന്നതും ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ എനിക്ക് രാജുവിനെ കുറിച്ച് ഇനിയൊന്നും അറിയേണ്ടതില്ല, എനിക്കെല്ലാം അറിയാമെന്ന് ബോധ്യപ്പെടുത്താനാ. എല്ലാം അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് നമുക്കെല്ലാം അറിയണ്ടേ, വേണ്ടേ? വേണം. അപ്പൊ ഒരു പെൺകുട്ടിയാൽ ചതിക്കപ്പെട്ട ഒരാണും മറ്റൊരു പെൺകുട്ടിയെ വിശ്വസിക്കില്ല, അല്ലേ? പക്ഷേ ഞാൻ നിക്ക്, രാജുവിന് എന്നെ വിശ്വസിക്കാം. ഇഷ്ടപ്പെട്ട് കൂടെ ചേർക്കുന്ന പുരുഷനെ വഞ്ചിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല.
എന്തായാലും രാജുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എന്നെക്കുറിച്ച് അറിയേണ്ടതൊക്കെ ചോദിക്കേ. ഋതു, എന്താടി കാണിച്ച ഇഡിയറ്റ്? ഏയ് തുടരുത്. ഒരു ജോലിക്കാരിക്ക് വേണ്ടി രാജു എന്നെ തടയുവാണോ? ഒരിക്കൽ ഞാനും ഈ വീട്ടിലൊരു ജോലിക്കാരനായിരുന്നു. ഇവിടുത്തെ ആഹാരം കഴിച്ചിട്ടാ ഞാൻ വളർന്നത്. അത് മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവൾ എനിക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാ. രാജു എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല. കുട്ടി പോയിക്കോളൂ. ഏയ് വേണ്ട. എന്തായാലും ഇന്ന് ഋതുവിനോട് സംസാരിക്കണം. സംസാരിച്ചു വന്ന ആ ഫ്ലോയും അങ്ങ് പോയി. വരൂ, നമുക്ക് ഹോളിലേക്ക് പോവാം. ഊണ് അതിഗംഭീരം, പറയാതിരിക്കാൻ വയ്യ. എല്ലാം ഒന്നിനൊന്ന് ഗംഭീരം. നല്ല നളപാചകം. അമ്മ മേൽനോട്ടം വഹിച്ചെന്നേ ഉള്ളൂ. ഫുഡ് ഉണ്ടാക്കിയത് ഒരു ഷെഫും ഒരു അസിസ്റ്റന്റും കൂടി ചേർന്ന. മമ്മി നന്നായിട്ട് കുക്ക് ചെയ്യോ? പിന്നെ അമ്മയ്ക്ക് കുക്കിംഗ് ഒരു പാഷനാ. ഓ, മമ്മിക്ക് കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ എനിക്കും പഠിക്കാമല്ലോ. അതിനെന്താ, എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമാ, പക്ഷെ അറിയില്ല.